ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എസ് ജെ ആണ്. നമ്മുടെ പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ കാണിച്ചു തരട്ടെ. ഈ ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താണ്? കുറച്ച് പോയത്തിലെ വരികൾ തന്നിട്ട് നമ്മളോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് അല്ലേ? റീഡ് ദ ഫോളോയിങ് ലൈൻസ് ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉറപ്പായിട്ടും നമ്മൾ കണ്ടിട്ടില്ലേ? അത് ഉണ്ട്. ഇതിനകത്ത് ഒരു 2 ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 3 ക്വസ്റ്റ്യൻ ഒക്കെ നമുക്ക് എങ്ങനെയായാലും ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാൽ നമ്മളെ കുഴപ്പിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. എങ്ങനെ ഇതിനകത്ത് കംപ്ലീറ്റ് മാർക്സും വാങ്ങിക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ കുഴപ്പിക്കുന്ന, നമ്മൾക്ക് തെറ്റിക്കുന്ന, പോം കൃത്യമായിട്ടും അറിയാത്ത ആളുകൾക്ക് എഴുതാൻ പറ്റാത്ത ഒരു ഏരിയയാണ് പോയറ്റിക് ഡിവൈസ് എന്ന് പറയുന്നത്. എന്താണ് പോയറ്റിക് ഡിവൈസ്? പോയത്തിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് പോയറ്റ്സ് ഉപയോഗിക്കുന്ന ചില ടെക്നിക്സ് ആണ്. ഫോർ എക്സാമ്പിൾ സിമിലി, മെറ്റഫർ, പേഴ്സോണിഫിക്കേഷൻ, അലിട്രേഷൻ എന്നൊക്കെ വേണ്ട സാധനങ്ങളാണ് അല്ലേ? എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ നോക്കാം, സെറ്റാകാം. ഓക്കെ, അതുപോലെ റൈമിംഗ് സ്കീം, റൈമിംഗ് വേർഡ്സ് ഇതും ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് പെട്ടെന്ന് നോക്കിയാലോ? വേഗം നോക്കാം. നമ്മുടെ ഈ ഒരു പോമില്ലേ, ആ ഒരു നമ്മുടെ ഡോസ് ഓഫ് ഡെയറിങ് എന്ന് പറയുന്ന പോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു എക്സാമിനേഷൻ അല്ലേ, ക്രിസ്മസ് എക്സാമിനേഷന്. അപ്പോൾ അതിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള അതിനകത്തുള്ള കുറച്ച് പോയറ്റിക് ഡിവൈസാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ വന്നാലും, ഏത് പോയത്തിനും ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാനും സാധിക്കും. ഓക്കെ, നമുക്ക് വേഗം നോക്കിക്കോ. മെറ്റഫറാണ് ഇതിനകത്ത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നതാണ്. ലൈക്കോ ആസോ ഒന്നും ഉപയോഗിക്കാതെ കമ്പയർ ചെയ്യാണ്. കൺഫ്യൂസ്ഡ് ആവേണ്ട, വേഗം നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഡോർസ് ഓഫ് ഡെയറിങ് എന്ന ആ ടൈറ്റിൽ തന്നെ നമുക്ക് നോക്കാം. ആ വരിക്കകത്ത് ഈ ക്വസ്റ്റ്യൻ്റെ അകത്തുണ്ട്, ഇവിടെ ഡോർസ് ഓഫ് ഡെയറിങ് എന്ന് പറയുന്ന ഒരു വരിയുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഒരു പോയറ്റിക് ഡിവൈസ് ആണ്. എന്ത് പോയറ്റിക് ഡിവൈസ് ആണ്? മെറ്റഫർ ആണ്. ഓക്കെ, എന്താണ് ഈ മെറ്റഫർ എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിനെ മറ്റൊരു വസ്തുവായിട്ട് കമ്പയർ ചെയ്യാൻ നമ്മൾ പറയും. ഫോർ എക്സാമ്പിൾ, ഹി വാസ് എ ലയൺ ഇൻ ദ ബാറ്റിൽ. അയാളൊരു സിംഹമായിരുന്നു. എവിടെ? ബാറ്റിൽ, യുദ്ധഭൂമിയിൽ. മനസ്സിലായോ? അപ്പോൾ അയാളൊരു സിംഹമായിരുന്നു എന്ന് പറഞ്ഞാൽ അയാളെ കമ്പയർ ചെയ്യാണ് ആരുമായിട്ട്? ഒരു സിംഹവുമായിട്ട്. എങ്ങനെ? നേരിട്ട് കമ്പയർ ചെയ്യാണ്. അയാളൊരു സിംഹമായിരുന്നു, ഒരു സിംഹത്തെ പോലെ ആയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ, ഹി വാസ് ലൈക്ക് എ ലയൺ എന്ന് പറയുകയാണെങ്കിൽ അതെന്താ? സിമിലിയാണ്. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ നോക്ക്, ഡോർസ് ഓഫ് ഡെയറിങ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ മെറ്റഫർ ആവുന്നത്? ദ പോയറ്റ് കമ്പയർസ് ചലഞ്ചസ് ടു ഡോർസ്. പോയറ്റ് ഇവിടെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ വാതിലുമായിട്ട് കമ്പയർ ചെയ്യാണ്. ദാറ്റ് വി ക്യാൻ ഓപ്പൺ ഇഫ് വി ആർ ബ്രേവ്. അതിനെ നമുക്ക് തുറക്കാൻ സാധിക്കും എപ്പോൾ? നമ്മൾ നല്ല ധീരന്മാരാണെങ്കിൽ. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണമാണ് സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ. അത് ഓർമ്മയില്ലേ? ആകാശത്തിലേക്ക് ഒരു സ്റ്റെയർവേനെ കുറിച്ചിട്ട് പറയുന്ന ഓർമ്മയില്ലേ? ദെയർ സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ എന്ന് പറയുന്ന ഓർമ്മയില്ലേ ആ ലൈനിൽ? അതെങ്ങനെയാണ് മെറ്റഫർ ആവുന്നത് സാറേ? സിമ്പിളാണ്. ദ മൗണ്ടൻ ഇസ് ലൈക്ക് എ സെറ്റ് ഓഫ് സ്റ്റെയർ. ആ പർവ്വതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മല കയറാൻ പറഞ്ഞില്ലേ? ആ മല കയറുന്ന സമയത്ത് അതൊരു എന്താണ്? സ്റ്റെയർ പോലെയാണ്. ഓക്കെ, എവിടേക്കുള്ള? ആകാശത്തിലേക്കുള്ള, വിജയത്തിലേക്കുള്ള അല്ലേ? ഷോയിങ് ദാറ്റ് ചലഞ്ചസ് ക്യാൻ ഹെൽപ്പ് അസ് ടു ഗ്രോ. എന്ന് വെച്ചാൽ മല കയറാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അങ്ങനെ പ്രയാസപ്പെട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താം? വിജയിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ അത് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാ? സ്റ്റെയർവേ ടു സ്കൈ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് ആലങ്കാരികമായിട്ട് എന്തിനെ സൂചിപ്പിക്കുന്നത്? യെസ്, ഡിഫിക്കൾട്ട് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കയറി പോയി കഴിഞ്ഞാൽ വിജയത്തിലെത്തുമെന്നാണ് പറയുന്നത്. പകരം പറഞ്ഞത് എന്താണ്? ആകാശത്തിലേക്കുള്ള ചവിട്ടുപടികൾ എന്ന് പറഞ്ഞിരിക്കുന്നു. സോ അതെന്താണ്? മെറ്റഫറാണ്. ഇതൊക്കെ ആലോചിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. ഈ 2 കാര്യങ്ങൾ, ഡെയറിങ് എന്താണ്? ഡോർസ് ഓഫ് ഡെയറിങ് എന്ന് പറഞ്ഞാലും സ്റ്റെയർവേ ടുവേർഡ്സ് ദ സ്കൈ എന്ന് പറഞ്ഞാലും എന്തിന് എക്സാമ്പിളാണ്? മെറ്റഫറാണ്. അതങ്ങോട്ട് ഉറപ്പിക്കുക. റെഡിയല്ലേ? അടുത്തത് ഇമേജറി പറഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. കാണുന്ന പോലെ തോന്നുക. നമുക്കിങ്ങനെ ഒരു പിക്ചർ ഇങ്ങനെ നമ്മളെ മൈൻഡിലേക്ക് വരൂലേ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്കതിന് ഇമേജറി എന്ന് വിളിക്കാം. കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. നീല ഷർട്ടും പച്ച പാൻറ്റും മഞ്ഞ തൊപ്പി ഇട്ടിട്ട് ഒരാളിൻ്റെ ക്ലാസ്സിലേക്ക് കയറി വന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ആ ചിത്രം അങ്ങനെ കറക്റ്റ് വരുന്നില്ല എൻ്റെ മനസ്സിലേക്ക്. ഇതാണ് ഇമേജറി. ഓക്കെ, അല്ലെങ്കിൽ എന്താണ്? കാറ്റിൻ്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ എനിക്ക് കേൾക്കാമായിരുന്നു. ഓഡിറ്ററി ഇമേജ്. മനസ്സിലായോ? മഴയുടെ ശബ്ദം ഇങ്ങനെ ജനലിൽ അടിക്കുന്നുണ്ടായിരുന്നു. ഓഡിറ്ററി ഇമേജ്, കേൾക്കുന്ന.
ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ നോക്കാം, വാൾസ് ഓഫ് ഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു വരി നമുക്ക് നമ്മുടെ പോയത്തിൽ കാണാൻ പറ്റും. വാൾസ് ഓഫ് ഗ്രാനൈറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? ആ വാൾസ് ഓഫ് ഗ്രാനൈറ്റ്, അതുപോലെ റെസ്റ്റ്ലെസ് ഡീപ്പ് ഡൈവിങ് സീ എന്നൊക്കെ പറയുന്നത് ഇവിടെ ശ്രദ്ധിക്കുക. വാൾസ് ഓഫ് ഗ്രാനൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ചിത്രം, മലയുടെ ഗ്രാനൈറ്റ് പോലുള്ള ചിത്രം നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ കൊണ്ടുതരിക ചെയ്യുന്നത്. വാൾസ് ഓഫ് ഗ്രാനൈറ്റ്. റെഡി അല്ലേ? അപ്പോൾ അതെന്തൊരു എക്സാമ്പിളാണ്? ഇമേജറി ആണ്, വിഷ്വൽ ഇമേജ് ആണ്, നമുക്ക് കാണുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് റെസ്റ്റ്ലെസ്. റെസ്റ്റ്ലെസ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു റെസ്റ്റുമില്ലാതെ അല്ലേ? അതുപോലെ തന്നെ ഡീപ്പ്, ആഴത്തിലുള്ള. ഡൈവിങ് സീ എന്ന് പറയുമ്പോൾ ദ സീ ഈസ് ഡിസ്ക്രൈബ്ഡ് ഇൻ എ വേ ദാറ്റ് വി ക്യാൻ പിക്ചർ ഡീപ്പ് മൂവിങ് ആൻഡ് സെപ്പറേറ്റിംഗ് ലാൻഡ് അല്ലേ? സെപ്പറേറ്റിംഗ് ലാൻഡ്. ആ ഒരു കൃത്യമായിട്ടുള്ള ആ വരികൾ വായിക്കുമ്പോൾ നമുക്ക് ആ ഒരു സീയുടെ ഇങ്ങനെ നിലയ്ക്കാത്ത രീതിയിൽ ആഴത്തിലുള്ള കോണ്ടിനെൻസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന കടൽ എന്ന അർത്ഥം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് വരുന്നുണ്ട്. സോ അതും എന്തിന് എക്സാമ്പിളാണ്. ഇതൊന്നും അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയോ? യെസ്, കാണുന്ന പോലെ തോന്നുന്നത് ഒക്കെ വിഷ്വൽ ഇമേജറി. നിങ്ങൾ വരി വായിച്ചു നോക്കുക. നിങ്ങൾക്ക് കാണുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇമേജറിയാണ്. കേൾക്കുന്ന പോലെ തോന്നുന്നുണ്ടോ? ഇമേജറിയാണ്. അപ്പോൾ അത് സീനില്ലല്ലോ. ഇമേജറിക്ക് എക്സാമ്പിൾ പറയാം, അല്ലെങ്കിൽ പോയറ്റിക് ഡിവൈസ് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എഴുതി വെക്കാം. സെറ്റല്ലേ? അടുത്തത് നോക്കാം, പേഴ്സോണിഫിക്കേഷൻ. ആ വേർഡ് തന്നെ ഉണ്ട്, പേഴ്സോണിഫിക്കേഷൻ. പേഴ്സോണിഫിക്കേഷൻ എന്ന് പറഞ്ഞാലേ ഹ്യൂമൻ ബീയിങ്സിൻ്റെ മനുഷ്യന്മാരുടെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടാവില്ലേ, ആ ക്വാളിറ്റി ജീവനില്ലാത്ത ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയാം. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഒരു ക്വാളിറ്റിയെ ജീവനില്ലാത്ത ഒരു വസ്തുവിൻ്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയാം. ഫോർ എക്സാമ്പിൾ, മഴ ഇങ്ങനെ ജനലിൻ്റെ മേലെ ചെണ്ട കൊട്ടുന്നു. ദ റെയിൻ ഈസ് ഡ്രമ്മിങ് ഓൺ ദ വിൻഡോ പെയിൻ. ശരിക്കും ചെണ്ട കൊട്ടാരാ? മനുഷ്യന്മാരാണ് അല്ലേ? ഇവിടെ ജീവനില്ലാത്ത മഴ ചെണ്ട കൊട്ടുന്നു എന്ന് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. അല്ലെങ്കിൽ പൂക്കൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്നു. ശരിക്കും നൃത്തം ചെയ്യാരാ? മനുഷ്യന്മാരാണ്. പക്ഷെ പൂക്കളെ ജീവനില്ലാത്ത അല്ലെങ്കിൽ ആ ഇനാനിമേറ്റ് ആയിട്ടുള്ള പൂക്കളിലേക്ക് ആ ഒരു ക്വാളിറ്റിയെ കൊടുത്തിട്ട് പറയാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? പേഴ്സോണിഫിക്കേഷൻ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇവിടെ പോയത്തിൽ എന്തൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ നോക്കാം. ദ സീ കോൾസ്. കടൽ എന്നെ വിളിക്കുന്നു. കടൽ എന്നെ വിളിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് അത് എന്തിനെന്ന് പറയാം? കടൽ വിളിക്കുമോ? മനുഷ്യന്മാരിൽ വിളിക്കുക. അപ്പോൾ അതെന്തിന് എക്സാമ്പിൾ ആണ്? പേഴ്സോണിഫിക്കേഷൻ ആണ്. ദ പോയറ്റ് മേക്സ് ഇറ്റ് സീംസ് ടു ലൈക്ക് ദ സീ ഈസ് കോളിംഗ് ഔട്ട് ടു ദ പീപ്പിൾ, ഇൻവൈറ്റിംഗ് ദം ടു ബ്രേവ് ആൻഡ് എക്സ്പ്ലോർ എന്ന് പറയുന്നത് എന്തിന് എക്സാമ്പിൾ ആണ്? യെസ്, അത് പേഴ്സോണിഫിക്കേഷന് എക്സാമ്പിൾ ആണ്. സെറ്റല്ലേ? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത്രയും വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് ഏത് പോയത്തിൽ വന്നാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈക്കോ ആസും കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സിമിലി, ലൈക്കോ ആസ് ഉപയോഗിക്കാതെ നേരിട്ട് കമ്പയർ ചെയ്യുന്നെങ്കിൽ മെറ്റഫർ അല്ലേ, അതുപോലെ തന്നെ ഈ കാണുന്ന പോലെ കേൾക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ വായിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇമേജറി ആണ്. ഹ്യൂമൻ ബീയിങ്സിൻ്റെ ക്വാളിറ്റി മറ്റൊരു വസ്തുവിൻ്റെ ക്വാളിറ്റി, ജീവനില്ലാത്ത ഇനാനിമേറ്റ് ആയിട്ടുള്ള വസ്തുവിൻ്റെ ക്വാളിറ്റി ആക്കിയിട്ട് പറയുമ്പോൾ അത് പേഴ്സോണിഫിക്കേഷൻ ആണ്. ഒരൊറ്റ കാര്യം കൂടെ ഞാൻ പഠിപ്പിച്ചോട്ടെ. നിങ്ങൾക്ക് അറിയാവുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. റൈമിങ് വേർഡ്സ് എഴുതാൻ പറഞ്ഞാൽ എന്താ നമ്മൾ ചെയ്യേണ്ടത്? യെസ്, ആദ്യം ഈ വരിക്കകത്തുള്ള ഏറ്റവും അവസാനത്തെ വാക്കിനെ നിങ്ങളിങ്ങനെ ഒന്ന് നോക്കി വെക്കുക. ആരെയാ നോക്കേണ്ടത്? ആ വരിക്കകത്ത് ഒരു പോയറ്റിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ ഒരു സ്റ്റാൻസ കൺസിഡർ ചെയ്താൽ മതി. സ്റ്റാൻസ പറഞ്ഞാൽ ഇതാ ഈ 4 വരിയുള്ളതിൽ ഇരട്ട് പാരഗ്രാഫില്ലേ സ്റ്റാൻസ എന്ന് പറയും നമ്മൾ പോയത്തിൽ. അതിനെ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? യെസ്, അവിടെ അവസാനം ആ വരിയുടെ അവസാനം വരുന്ന വാക്കുകളെയൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്നിട്ട് ഓർക്കൊരു ഓരോ ഉച്ചാരണത്തിൽ ഒരേപോലെയുള്ളത് ആരൊക്കെയാ നോക്കാം. നോക്ക്, വെയിൽ, അപ്പോൾ അത് ഒരേ ശബ്ദം ഉള്ള ആളുണ്ട് ഇവിടെ. സ്കെയിൽ, വെയിൽ, സ്കെയിൽ ഒരേ ശബ്ദമല്ലേ? അപ്പോൾ നമുക്ക് അത് ഒരേ റൈമിങ് പാറ്റേൺ എന്ന് പറയാം. അപ്പോൾ വെയിൽ ഒരു ഐഫോൺ ഇടാം, സ്കെയിൽ ഒരു ഐഫോൺ ഇടാം. റെഡി അല്ലേ? അടുത്ത ആളെ നോക്കാം. ഹൈ സ്കൈ. ഹൈ സ്കൈ ഒരേപോലെ ഉച്ചാരണമല്ലേ? അപ്പോൾ അടുത്ത പാറ്റേൺ കിട്ടി. ആരാണ്? ഹൈ സ്കൈ. ഇനി എങ്ങനെയാ സാറേ നമ്മൾ റൈം സ്കീം ചോദിച്ചാൽ എങ്ങനെയാണ് എഴുതുക? സിമ്പിളാണ്. റൈം സ്കീം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്താക്കിയാൽ മതി? യെസ്, ആദ്യം ഈ പറയുന്ന ആ വരിക്കകത്തുള്ള അവസാനത്തെ ആളെ പിടിക്കാം. എന്നിട്ട് അയാൾക്കൊരു പേര് കൊടുക്കുക. എന്താ കൊടുക്കുക? എ എന്ന് കൊടുക്കുക. രണ്ടാമത്തെ ആളെ നോക്കാം. ഹൈ ആണ്. ഹൈ എന്ന് പറയുമ്പോഴും വെയിൽ എന്ന് പറയുമ്പോഴും ഒരേ ശബ്ദമാണോ, ഒരേ ഉച്ചാരണമാണോ? അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അയാൾക്ക് ബി എന്ന് കൊടുത്തു. മൂന്നാമത്തത് സ്കെയിലാണ്. വെയിലും സ്കെയിലും ഒരേപോലെ ഉച്ചാരണമാണ് അല്ലേ? അപ്പോൾ അതിന് ഞാൻ എ എന്ന് കൊടുത്തു. വെയിലും സ്കെയിലും ഒരേ ഉച്ചാരണമായതുകൊണ്ട് അതിന് ഞാൻ
എ എന്ന് കൊടുത്തു. ഈ സ്കൈ ഹൈ എന്ന് പറയുമ്പോൾ ഒരേ ഉച്ചാരണമാണ് അല്ലേ? അപ്പോൾ നമുക്ക് അതിനെന്ത് പറയാം? ബി എന്ന് കൊടുക്കാം. ഇനി റൈം സ്കീം എഴുതണ്ടേ? അപ്പോൾ നേരെ എഴുതി വെക്കുക. റൈം സ്കീം എന്ന് എഴുതിയിട്ട് എ ബി എന്ന് എഴുതിയാൽ മതി. റെഡി അല്ലേ? ഇനി ക്യാപിറ്റൽ എഴുതാണെങ്കിൽ അങ്ങനെ എഴുതാം. എ ബി കുത്ത് കോമയൊന്നും അതിൻ്റെ ഇടയ്ക്കൊന്നും വേണ്ട, നേരെ അങ്ങോട്ട് എഴുതിയാൽ മതി. പിന്നെ ഒരൊറ്റ സ്റ്റാൻസ മാത്രം കൺസിഡർ ചെയ്യുക എന്നുള്ളതും കൂടെ, പരിഗണിക്കുക എന്നുള്ളതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ രണ്ടും കൂടെ എന്ത് ചെയ്ത് 2-3 സ്റ്റാൻസ എന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു 4 വരി മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. 4 വരി കവിതകളാണെങ്കിൽ. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതും കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി ഏത് പോകാൻ വന്നാലും നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് മാർക്കും വാങ്ങിക്കില്ലേ? വാങ്ങിക്കണം കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.